ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു സൂപ്പർ ഈസി കപ്പ് കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കപ്പ് കേക്കിൻ്റെ മിക്സിങ് വളരെ ഈസിയാണ്. ഫെയിലാകുമെന്നുള്ളൊരു ടെൻഷനേ വേണ്ട. നല്ല പഞ്ഞി പോലെയുള്ള കപ്പ് കേക്ക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇടഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ബൗൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചത് ഒഴിക്കുകയാണ്. ഇതൊരു ഹാൻഡ് വിസ്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ ഇടഞ്ഞെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ അല്പം ലൂസാണ്. നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഞാൻ ഈ ബാറ്റർ കപ്പ് കേക്ക് മോൾഡിൽ ഒഴിക്കാനുള്ള സൗകര്യത്തിന് ഒരു മെഷറിംഗ് ജാറിലേക്ക് മാറ്റുകയാണ്. എൻ്റെ കയ്യിൽ അലുമിനിയം ട്രേ ആണുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ പേപ്പർ കപ്സ് വെച്ച് കൊടുക്കുകയാണ്. ബാറ്റർ അല്പാൽപ്പം ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലാ കപ്പിലും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ കപ്പ് കേക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം. പക്ഷേ കട്ടിയുള്ള പേപ്പർ മോൾഡ് വേണം ഉപയോഗിക്കാൻ. സ്റ്റൗ ടോപ്പിൽ ബേക്കിംഗ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കോൺഫ്ലെക്സ് കുക്കീസ് റെസിപ്പിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്താൽ മതിയാകും. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ബാറ്റർ ഞാൻ എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് മോൾഡ് 170 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ മുറിച്ച് കാണിക്കാം. കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിവ്യൂസ് തന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.